നിന്നു പോകും. ഏതൊരു പെണ്ണും കണ്ണൻ വിശ്വകർമ്മനെ ഇപ്പോൾ കണ്ടാൽ തേജസ്വിയായ ഒരു ബ്രാഹ്മണകുമാരനെന്നേ തോന്നും. എന്റെ പൈതൃകത്തിന്റെ വഴിയെ പിറകോട്ട് നടന്നാൽ ഒരു ബ്രാഹ്മണ രക്തത്തിന്റെ കലർപ്പ് കാണാൻ കഴിയും. പക്ഷേ അത് അച്ഛന്റെ ജന്മവുമായി ബന്ധപ്പെട്ടൊരു കഥയായതുകൊണ്ട് ഓർക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. മംഗലത്തമ്മ വന്ന കാര്യം പറഞ്ഞോളൂ. ക്ഷേത്ര നിർമ്മാണം പൂർത്തിയായി ഈ ഇല്ലത്ത് സന്തതികൾ ഉണ്ടാവുക എന്നതിനപ്പുറം ഇതെനിക്ക് പെരുന്തച്ഛനോടുള്ള പ്രതികാരം കൂടിയാണ്. അയാൾ നിന്നെന്ന് പറഞ്ഞുപേക്ഷിച്ച കർമ്മം മകൻ ചെയ്യുന്നത് കാണുമ്പോൾ ആ മനസ്സ് വേദനിക്കാതിരിക്കില്ല. അതിന് പകരമായി നിനക്ക് ഞാൻ എന്തും. പണി കഠിനമാണ്, വേതനം പതിവിൽ കൂടുതൽ പ്രതീക്ഷിക്കാമല്ലോ. നീ കൊള്ള, ധനത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത മൊശടൻ. അച്ഛൻ കല്ലാണെങ്കിൽ നീ കരിമ്പാറയാ. പണ്ട് കിടപ്പറയുടെ കട്ടിലിന്റെ ഒരാണി ഇളകിയത് ഉറപ്പിക്കാൻ ഞാൻ നിന്റെ അച്ഛനെ വിളിച്ചിരുന്നു. അച്ഛൻ കൈയൊഴിഞ്ഞ ആ ജോലി കൂടി ഞാൻ ഏറ്റെടുത്തു തരണം. വിരോധമില്ല. അതിനും പ്രതീക്ഷിക്കാമല്ലോ ഘനപ്പെട്ടൊരു പ്രതിഫലം. തീർച്ചയായും. എല്ലാം ശുഭമായി ഇല്ലത്ത് സന്തതികൾ ഉണ്ടാവുമ്പോ ദിവ്യത്വമുള്ള രക്തങ്ങളുടെ കലർപ്പുണ്ടാവുന്നതിൽ തെറ്റില്ല. അഭിലാഷങ്ങൾ തുറന്നു പറയുന്നത് കുലസ്ത്രീകൾക്ക് ഹിതമല്ലെന്നറിയാം. എന്നാലും എനിക്ക് പറയാതിരിക്കാനാവില്ല. എനിക്കിഷ്ടാ ഈ വിശ്വകർമ്മനെ. മോന്റെ വേളയോട് തോന്നിയാസം കാണിക്കാൻ നോക്കിയ കൊന്ന് കളയില്ല. ഈ തമ്പുരാൻ ഇത്രയും വളർത്തുണ്ടായിട്ടാണോ കോലോത്ത് ഇത്രയും കാലം കുട്ടികൾ ഉണ്ടാവാതെ പോയത്? അടിയൻ ഒരു ആശ്രിതനാണ് തമ്പുരാനെ. പണം തരുന്ന തമ്പുരാട്ടി പറയുന്നത് എന്തും അനുസരിക്കാൻ അടിയൻ ബാധ്യസ്ഥനാണ്. ഭദ്രേ, നീ ഒരു കൂടി നോല് ചതിക്കായിരുന്നു. ചതിച്ചത് നിങ്ങളാ എന്റെ ജീവിതത്തെ. ഇവിടെ നിന്നായാലും കോലോത്ത് നിന്നായാലും ഞാൻ ഇറങ്ങിപ്പോകാൻ പറഞ്ഞാൽ പോകേണ്ടവനാണ് നിങ്ങളൊന്നും മറക്കണ്ട. അത് പറയാത്തത് എന്റെ ഔദാര്യം. നാളെ ഇവനെ എന്റെ കിടപ്പറയിൽ അസമയത്ത് കണ്ടാലും കണ്ടില്ലാന്ന് നടിച്ചേക്കണം തമ്പുരാൻ. അനുസരിച്ചല്ലേ പറ്റൂ. നമ്മളൊക്കെ ആശ്രിതന്മാരായി പോയില്ലേ തമ്പുരാനെ? താച്ചിരിക്കുന്നോ? മോനെ ഗതികളിൽ പരിഹസിച്ച് താച്ചിരിക്കാം. ചതിച്ച ഭാര്യ ദോഷിക്കാൻ പോലും അറിയാത്ത പാവം ബ്രാഹ്മണനാണെന്നോ മനനൊന്നത് ശപിച്ച ഈ ജന്മത്തിലും ഒരു ജന്മത്തിലും നിനക്ക് മോക്ഷം ഉണ്ടാവില്ല. ആണും പെണ്ണും കെട്ട തമ്പുരാനെ, ശാപങ്ങളെ ഭയക്കുന്നവനല്ല കണ്ണൻ, നേട്ടങ്ങളിൽ വിശ്വസിക്കുന്നവനാ. കടന്നുപോടോ. പോയിക്കോളാം. ഭദ്രോട് പറഞ്ഞ് നമ്മോട് അവൾ കലഹമൊന്നും ഉണ്ടാക്കിക്കരുത്. ഇനി എന്ത് കണ്ടാലും കണ്ടില്ലെന്ന് നടിച്ച് മറുത്തൊന്നും പറയാതെ പടവിടെങ്കിലും കഴിഞ്ഞു കൂടിക്കൊള്ളാം. ഇനി നാം ഇങ്ങനെ പറയൂ. നീ നന്നായി വരും. നിനക്ക് നല്ലതേ വരൂ. ദേവരെ, ഈ ചെറുള്ളി തമ്പുരാന് ഇതെന്താ പറ്റിയത്? നല്ല ബുദ്ധി ഉദിച്ചോ? കണ്ണൻകുട്ടിയോട് ഇത്രയും സ്നേഹം കൂടാ. ഇവിടുത്തെ സന്താനദോഷം തീർക്കാൻ ഞാൻ ക്ഷേത്രം പണിയാൻ വന്നല്ലോ. അതിന്റെ കടപ്പാട് കൊണ്ടായിരിക്കും. ഭാവ അത് നന്നായി. അന്ന് മൂത്താചാരി ക്ഷേത്ര നിർമ്മാണത്തിൽ ഒഴിഞ്ഞത് ഞാൻ മൂലാമുരുപേക്ഷം എന്റെ മനസ്സിലുണ്ടായിരുന്നു. അതിപ്പോ മാറി കിട്ടി. പക്ഷേ ചെമ്പകത്തിന്റെ മുഖത്തെന്താ ഒരു വിഷമമുള്ളത് പോലെ? പേടിയോണ്ടായിരിക്കും. സ്വയംവര ദുർഗയാണല്ലോ ഇവിടെ കൊത്തേണ്ടുന്ന പ്രതിഷ്ഠ. അതാവാനൊക്കെ തന്നെ കൊണ്ടാവോന്നുള്ള ആദ്യമായിരിക്കും. സാരമില്ല. ശില്പി കണ്ണൻ വിശ്വകർമ്മനാവുമ്പോൾ അത്തരം വേവലാദികളൊക്കെ അസ്ഥാനത്താ. എന്നാ ദേവനാശാരി പോയിക്കൊള്ളൂ. 7-ാം നാൾ പ്രതിഷ്ഠാകർമ്മം നടക്കേണ്ടതാ. എങ്കിൽ എല്ലാം ഭംഗിയാവട്ടെ. അച്ഛൻ എന്തിനാ പേടിക്കണ? ഒന്നും പേടിക്കണ്ട.
എന്നിട്ടും വരേണ്ടി വന്നില്ലേ? വരാനുള്ളതെല്ലാം അങ്ങനെ തന്നെയാ, വഴിയിൽ തങ്ങാതെ വരും. ചക്കൻ അധികം സംസാരിക്കണ്ട. പാവം എന്റെ അച്ഛൻ മനസ്സിൽ മൂത്താശാരിക്ക് നൽകിയിട്ടുള്ള അതേ സ്ഥാന ചക്കനും തന്നിട്ടുള്ളത്. അതുകൊണ്ടാ വന്നത്. അതെല്ലാം തെറ്റായിരുന്നു എന്നറിഞ്ഞാൽ ആ പാവത്തിന് അതൊരു വലിയ നടുക്കമാവും. എന്താ, ഞാൻ തിരിച്ചു പോണോന്നാണോ? കാര്യം മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി ഞാൻ ഒന്നും പറയുന്നില്ല. നീ വന്നത് ആരോടുമുള്ള കടപ്പാട് ഓർത്തിട്ടല്ല, ഉള്ളിലെ മോഹം കൊണ്ട് തന്നെയാ. ആദ്യം ഒന്ന് എതിർത്തെങ്കിലും ഇഷ്ടമാണ് ചമ്പകത്തിന് ഈ കണ്ടൻ വിശ്വകർമ്മന്റെ സ്പർശം. ഇനി നീനെ തൊട്ടാ കണ്ണിൽ വിശ്വകർമ്മന് വൃത്തികേട് മുഴുവൻ മാറും ഞാൻ വിളിച്ചു പറയും. നിൽക്ക്. മരത്തിൽ ഉറഞ്ഞു കിടക്കുന്ന സ്വയംവര ദുർഗയ്ക്ക് സാക്ഷാത്കാരം നൽകാതെ നീ എങ്ങോട്ടാ? മാലോകരോട് സത്യങ്ങൾ വിളിച്ചു പറയാനോ? നിർമ്മാണത്തിനു വേണ്ടി മുറിക്കുന്ന മരത്തിനോടും മരത്തിൽ പാർക്കുന്ന കിളികളോടും വരെ അനുവാദം ചോദിച്ചും പൂജിച്ചും മാത്രമേ കർമ്മത്തിനൊരുങ്ങാവൂ എന്ന് അച്ഛന്റെ മതം. പക്ഷേ ഇച്ഛയും സാഫല്യവുമാണ് ലക്ഷ്യമെങ്കിൽ അനുവാദമില്ലാതെ തന്നെ എന്തും നേടാമെന്ന് കണ്ണന്റെ മതം.